പുണ്യനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, മുഅ്മിനായ മനുഷ്യനെ ശപിക്കുന്നത് ആ മനുഷ്യനെ കൊല്ലുന്നത് പോലെയാണ്. ഒരാൾ നശിക്കട്ടെ, ഗുണം കെട്ടുപോകട്ടെ, അല്ലെങ്കിൽ വിവരദോഷിയാവട്ടെ, ആ തരത്തിൽ ഒരാളെ സംബന്ധിച്ച് കമൻ്റ് ചെയ്യുന്നത് ആൾ മുഅ്മിനാണെങ്കിൽ കഖത്ലിഹി, ഒരു മുഅ്മിനെ കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്ന്. ആ ഒരു മുഅ്മിനെ കൊല്ലുന്നത് പോലെയാണ് നിങ്ങൾ ഒരാളെ ശപിക്കുന്നത്. മുഅ്മിനായൊരു മനുഷ്യനെ ശപിക്കാൻ പാടില്ല. അള്ളാഹുവിലും അന്ത്യനാളിലും പുണ്യറസൂലിലും ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽ വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ അവർ മുഅ്മിനാണ്, അവർ മുസ്ലിമാണ്. അവരെന്ത് ചെയ്യരുത്? ലഅനത്ത് ചെയ്യരുത്. അള്ളാഹ് ശപിക്കട്ടെ എന്ന് അത്തരം ആളുകളെക്കുറിച്ച് പറയാൻ പാടില്ല. ഒക്കെ ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഈ സങ്കുചിത മനോഭാവം വരും. ഈ സംഘടനകൾക്ക് തന്നെ വിഷയമുണ്ട്. സംഘടന നമുക്ക് വേണം. എന്തിനെന്നറിയോ? ആഖിറത്തിലേക്ക് പോയി രക്ഷപ്പെടാൻ. അത് നമ്മുടെ വേദിയാണ്. പക്ഷേ അതുകൊണ്ട് ദീന് നഷ്ടപ്പെടരുത്. ദീൻ നഷ്ടപ്പെടാനുള്ളതല്ല, അത് ദീനെ നിലനിർത്താനുള്ളതാണത്. പക്ഷേ ദീനറിയാത്ത ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ സംഘടന പോയി, പിന്നെ അതിൽ ദീനുണ്ടാവില്ല. ആലിമീങ്ങൾക്ക് പറയാനോ പഠിപ്പിക്കാനോ അവസരമില്ല. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ ഇടപെടാൻ തുടങ്ങിയാൽ ദീനിൻ്റെ സത്ത നഷ്ടപ്പെട്ടു പോകും. അതിനല്ല നമ്മൾ സംഘടന ഉണ്ടാക്കുന്നത്. സംഘടന അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാനുള്ളതാണ്. അതിന് ഈ ഖായിദകൾ പാലിക്കണം. ഒരാളെയും ശപിക്കാൻ പാടില്ല. ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, മുഅ്മിനായ മനുഷ്യനെ ശപിക്കുന്നത് അവരെ കൊല ചെയ്യുന്നത് പോലെ ഗുരുതരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം.